ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കീപ്പർ വേണമെന്നുള്ളത് നമ്മൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമാകുന്നു. ഒഡീഷ എഫ് സിയിൽ നിന്ന് കമൽജിത്ത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു. മാർക്കസാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമൽജിത്ത് സിംഗ് ഈ സീസണിൽ ഒരു മത്സരം പോലും ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടില്ല. അതിനുള്ള കാരണം അവിടെ അമരീന്ദറാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടുള്ളത്. അദ്ദേഹത്തിന് അവിടെ ഒട്ടും തന്നെ ഓപ്പർച്യൂണിറ്റിയേ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. കമൽജിത്ത് സിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സീസണിൽ ഒരു മത്സരം കളിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൽ ഏതാണ്ട് ഒരു മാച്ചോ മറ്റോ ആണ് ആകെ കളിച്ചിട്ടുള്ളത്. അതിന് മുമ്പത്തെ സീസണിൽ കുറേ മാച്ചസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 17 മാച്ചസ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം മിസ്റ്റേക്സ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഗില്ലിനെ ഒരു ഫീ ഒക്കെ കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കുന്നത്. ആ പറഞ്ഞാൽ തൊട്ടടുത്ത സീസണിൽ അദ്ദേഹം ഒരു സെക്കൻഡ് ചോയ്സ് മാത്രമായി മാറി. ഈ സീസണിലേക്ക് വരുമ്പോൾ ഒഡീഷ എഫ് സിയിലും അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. എന്നിരുന്നാൽ പോലും ഒരു 60 മത്സരത്തിന് മുകളിലൊക്കെ ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ്. ഈ പറഞ്ഞ ക്ലബ്ബുകളൊക്കെ കൂടാതെ അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിലും FC പൂനെ സിറ്റിയിലും കളിച്ചിട്ടുണ്ട്. സോ ഈ ഒരു താരത്തെപ്പറ്റി പറയുന്നൊരു സമയത്ത് ഇതാണ്, മിസ്റ്റേക്സ് വരുത്തുന്നൊരു ഗോൾ കീപ്പറാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു പ്രശ്നമാണ്. നമുക്കതായിരുന്നല്ലോ ഒരു പ്രശ്നം തന്നെയായിട്ട് നിലനിന്നിരുന്നത്. എന്നാണെങ്കിലും ഇദ്ദേഹത്തിലേക്ക് വരുമ്പം 29 വയസ്സുകാരനായിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യം ഒരു ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ ആയിരുന്നു. അപ്പം ഇദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. കാരണം ഇദ്ദേഹം ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം FC പൂനെ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സീസണായിട്ട് ഞാൻ വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് നാഷണൽ കോളപ്പൊക്കെ കിട്ടിയിരുന്നു. എനിക്കൊന്നും കളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അണ്ടർ 19, അണ്ടർ 23 കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ തന്നെ ആ ഒരു പേര് നേടിയെടുത്തൊരു താരമാണ്. പിന്നെ പല ഗോൾ കീപ്പർമാരുടെ കാര്യം എടുക്കുമ്പോഴേക്കും അവരൊരു എക്സ്പീരിയൻസ്ഡ്, ഒരു ഏജ് കഴിഞ്ഞ് വരുമ്പോഴാണ് അവരൊരു നേരത്തെ ചിലപ്പോൾ മോശമായിരിക്കും, പിന്നീട് ഒരു പെർഫോമൻസ് നടത്തി വരുന്നത്. ഇപ്പോൾ നമുക്ക് ആൽബിനോ ഗോമസിൻ്റെയും കട്ടുമണിയുടെയും ഒക്കെ കാര്യം വരാം. അപ്പോൾ ആ ഒരു തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരമായിട്ട് മാറട്ടെ. നിലവിലിപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ തന്നെയായിരുന്നു ആവശ്യം. അങ്ങനെ മാർക്കറ്റ് നോക്കുമ്പം കിട്ടാവുന്ന ഒരു ഗോൾ കീപ്പറാണ് കമൽജിത്ത് സിംഗ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കമൽജിത്ത് സിംഗ് വരുമ്പോൾ മറ്റൊരു താരം ക്ലബ്ബ് വിട്ടു പോകുന്നു, ഒരു ഗോൾ കീപ്പർ സ്ലൊവേനിയയിലേക്ക് തന്നെ മടങ്ങി പോകുന്നു, സോംകുമാർ എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. നമുക്കറിയാം സ്ലൊവേനിയയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അദ്ദേഹം സ്റ്റിൽ ഒരു ടീനേജറാണ്, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഗോൾ കീപ്പറാണ്. സ്ലൊവേനിയയിലെ യൂത്ത് ലീഗിലൊക്കെ കളിച്ചു ആ ഒരു പേരുമായിട്ടാണ് അദ്ദേഹം ISLലേക്ക് വരുന്നത്. അദ്ദേഹം ഇന്ത്യൻ അണ്ടർ 20 ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അങ്ങനെ അത്രയും ഒരു പ്രതീക്ഷയുള്ള താരം തന്നെയായിരുന്നു. ISLൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹത്തിന് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു പൊട്ടൻഷ്യലുള്ള താരമാണ്, ടാലൻറ്റഡ് ആയുള്ള താരമാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. ഗോൾ കീപ്പേഴ്സാണ് യങ് സ്റ്റേജിൽ ഇതേപോലെ മിസ്റ്റേക്സ് സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തഴയാനായിട്ട് പറ്റില്ല. എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂവ്, അദ്ദേഹം സ്ലൊവേനിയയിലേക്ക്, യൂറോപ്പിലേക്ക് തിരിച്ചു മടങ്ങാമെന്നുള്ള ഒരു ഡീലിലേക്ക് എത്തുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് യൂറോപ്പിൽ പോയി പ്ലേയേഴ്സ് കളിക്കണം, അവിടുന്ന് ഡെവലപ്പ് ആകണം, അവിടുന്ന് ഹയർ സ്റ്റേജിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ പോകാൻ ഒരു ഇന്ത്യൻ പ്ലെയർ തയ്യാറാകുന്നു എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ISLൽ അദ്ദേഹം വന്ന് കളിച്ചു, വേണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്സ് ചൂസ് ചെയ്യാം, ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ക്ലബ്സ് ചൂസ് ചെയ്യാം എന്നുള്ള തരത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പ്ലാനിങ് എന്ന നിലയിൽ യൂറോപ്പിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് പറയുന്നത് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഇതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഏറ്റവും മികച്ചൊരു താരമായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടിട്ട് ഇന്ത്യക്ക് കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സമ്മറിലേക്ക് സൈൻ ചെയ്യുന്നു. ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാൻ്റെ ഗോൾ കീപ്പറാണ്. അദ്ദേഹം ഒരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്നൊക്കെ പറയാം. പക്ഷേ ഒരു യങ് ഗോൾ കീപ്പറാണ്, 22 വയസ്സുകാരനായിട്ടുള്ള ഒരു താരമെന്ന് നമുക്ക് പറയാം. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം ISLൽ ആകെപ്പാട് 25 മിനിറ്റോ മറ്റോ ആകെ കളിച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം സൂപ്പർ കപ്പിൽ 4 മാച്ച്, AFC കപ്പിൽ 4 മാച്ചൊക്കെ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം. പിന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ ATKയുടെ തന്നെ ഒരു അക്കാഡമി പ്രൊഡക്റ്റായിട്ട് ഉയർന്നു വന്നിട്ടുള്ള താരമാണ്. ATKയുടെ അണ്ടർ 18 റിസർവ് സൈഡിലൊക്കെ കളിച്ചിട്ടാണ് സീനിയർ ലെവലിലേക്കൊക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. സോ നമുക്ക് ഒരുപാട് അങ്ങനെ ഒരു വിസിബിലിറ്റി അങ്ങനെ ഒന്ന് നിരീക്ഷിക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഒരു യങ്, ഇപ്പം ഈ സോമ് പോകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു യങ് ഗോൾ കീപ്പർ എന്ന നിലയിൽ റീപ്ലേസ് ചെയ്യപ്പെടാനായിരിക്കണം ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു താരത്തെ എത്തിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗോൾ കീപ്പേഴ്സ് വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമ്പോസ് ചെയ്യാൻ ഒരു കൺക്ലൂഷൻ സനിയഫ്.